ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ്. പാർട്ട് ബി ആൻഡ് പാർട്ട് സി ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് മീൻ ഡീവിയേഷൻ ഫ്രം ദ മീൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ, ഓൾസോ ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആൻഡ് കമ്പയർ ദി റിസൾട്ട്സ്. അപ്പോൾ ആദ്യം നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കണം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ആദ്യം മീൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ഒരു ക്ലാസ് ഇൻ്റർവെൽ അതുപോലെ തന്നെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എച്ച് വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് വാല്യൂസ് സെലക്ട് ചെയ്തിട്ട് എച്ച് വാല്യൂ കണ്ടുപിടിക്കുക. എഫ് ഇൻറ്റു എച്ച് ഫ്രീക്വൻസി ഇൻറ്റു എച്ച് നമുക്ക് ആ വാല്യൂസ് കണ്ടുപിടിച്ച് അതിനുശേഷം സിഗ്മ എഫ് എച്ചും സിഗ്മ എഫും കണ്ടുപിടിച്ച് എഴുതാം. മീൻ എന്ന് പറഞ്ഞാൽ അഥവാ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എച്ച് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ആണ്. 1450 1150 ഡിവൈഡഡ് ബൈ 50 വിച്ച് ഈസ് 29. അതിനുശേഷം മീൻ ഡീവിയേഷൻ അബൌട്ട് അബ്സല്യൂട്ട് ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കണം. അബ്സല്യൂട്ട് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ മൈനസ് എക്സ് ബാർ അതിൻ്റെ അബ്സല്യൂട്ട് ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് സയൻസ് നമ്മൾ ഇതിൽ ഡിനോട്ട് ചെയ്യുന്നതായിരിക്കില്ല. 5 - 29 -24 ആണ്. 24 എടുത്ത് എഴുതി. അങ്ങനെ എല്ലാ വാല്യൂസിൻ്റെയും എക്സ് മൈനസ് എക്സ് ബാർ നമ്മൾ അബ്സല്യൂട്ട് ഡീവിയേഷൻസ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൻ്റെ സമ്മേഷൻ കിട്ടുന്നത് നമുക്ക് 800 ആയിരിക്കും. മീൻ ഡിവിഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഇൻറ്റു ഡി അഥവാ സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് വിച്ച് ഈസ് 800 ഡിവൈഡഡ് ബൈ 50. മീൻ ഡിവിഷൻ അബൌട്ട് മീൻ നമുക്ക് കിട്ടും 16 എന്നുള്ളത്. അതിനുശേഷം മീൻ ഡിവിഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കണം. അതിനാദ്യം നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കണം. മീഡിയൻ കണ്ടുപിടിക്കാൻ നമ്മൾ സി എഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചതിന് ശേഷം n നമുക്ക് കിട്ടി 50 ആണെന്നുള്ളത്. മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ n/2 അഥവാ 50/2 വിച്ച് ഇസ് 25 വരുന്ന ക്ലാസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. സി എഫിൽ 20ക്കും 30ക്കും ഇടയിലാണ് നമുക്ക് 25 വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ക്ലാസ് നമ്മൾ മീഡിയൻ ക്ലാസ് ആയിട്ട് ഡിനോട്ട് ചെയ്തു. അതിനുശേഷം മീഡിയൻ്റെ ഇക്വേഷൻ നമുക്കറിയാം L + n/2 - CF ഡിവൈഡ് ബൈ F ഇൻറ്റു C. L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ്. 20 to 30 ആയിരുന്നു നമ്മുടെ ക്ലാസ് മീഡിയൻ ക്ലാസ്. അപ്പോൾ 20 എടുത്ത് എഴുതി. n/2 നമുക്കറിയാം 25 മൈനസ് 20 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിങ് ക്ലാസ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിങ് ക്ലാസ് നമുക്ക് 20 ആയിരുന്നു. 20 എടുത്ത് എഴുതി. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് 10. ക്ലാസ് ഇൻ്റർവെൽ നമുക്ക് ഉള്ളത് 20 to 30 അഥവാ 30 - 20 ആയിരുന്നു 10. നമുക്ക് മീഡിയം കിട്ടും 25. അതിനുശേഷം മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എച്ചിൽ നിന്നും മീഡിയനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് അബ്സല്യൂട്ട് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. അബ്സല്യൂട്ട് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ 5 - 25 - 20 ആണ് പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം എഫ് ഇൻറ്റു ഡി കണ്ടുപിടിക്കുക. അതിൻ്റെ സമ്മേഷൻ എഴുതി വെക്കുക. മീൻ ഡിവിഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഇൻറ്റു ഡി സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് മീഡിയൻ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് വിച്ച് ഇസ് 760 divided by 50 which is 15.2. Compare the results obtained എന്നുള്ളതായിരുന്നു സി പറഞ്ഞിരുന്നത് സി ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ മീൻ ഡിവിഷൻ അബൌട്ട് മീൻ ഇസ് ദ ആവറേജ് അബ്സല്യൂട്ട് ഡിവിഷൻ ഫ്രം മീൻ എക്സ് ബാർ ഈക്വൽ ടു 9 വിച്ച് ഈസ് 16. മീൻ ഡിവിഷൻ അബൌട്ട് മീൻ ഇസ് ദ ആവറേജ് അബ്സല്യൂട്ട് ഡിവിഷൻ ഫ്രം മീഡിയൻ 25 വിച്ച് ഈസ് 15.2. ഇത്ര എഴുതി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരുന്നത് മാനുഫാക്ചറിംഗ് ഫേം പ്രൊഡ്യൂസസ് സ്റ്റീൽ പൈപ്സ് ഇൻ 3 plants വിത്ത് ഡെയിലി പ്രൊഡക്ഷൻ വോളിയം ഓഫ് 500,000 2,000 units respectively. According to past experience, it is known that the fraction of defective outputs produced by 3 plants is respectively 0.005, 0.008 and 0.010. If a pipe is selected at random from a day's production and found to be defective, which plant has more probability to produce the defective pipe? 3 plants ഉണ്ട് നമുക്ക്. ആ 3 പ്ലാന്റ്സിനും ഡെയിലി പ്രൊഡക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ആ 3 പ്ലാന്റ്സിൻ്റെയും ഡിഫക്റ്റീവ് റേറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് തന്നതിന് ശേഷം അവർ പറയുന്നത് നമ്മളൊരു പൈപ്പ് എടുക്കുകയും അത് ഡിഫക്റ്റീവ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് പ്ലാന്റിൽ നിന്ന് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്നുള്ളത്. നമ്മൾ ആദ്യം ഈവൻസ് ഡിഫൈൻ ചെയ്ത് വെക്കുക. B1 എന്ന് പറഞ്ഞാൽ സെലക്ടിങ് ദ പൈപ്പ് ഫ്രം പ്ലാന്റ് 1. B2 എന്ന് പറഞ്ഞാൽ ദ ഈവൻറ്റ് ഓഫ് സെലക്ടിങ് പൈപ്പ് ഫ്രം പ്ലാന്റ് B. B3 എന്ന് പറഞ്ഞാൽ ഈവൻറ്റ് ഓഫ് സെലക്ടിങ് ദ പൈപ്പ് ഫ്രം പ്ലാന്റ് C. എ എന്ന് പറഞ്ഞാൽ സെലക്ടിങ് എ പൈപ്പ് ദാറ്റ് ഈസ് ഡിഫക്റ്റീവ്. അതിനുശേഷം നമ്മുടെ ബയസ് തിയറം
പറയുന്ന ബയസ് ഫോർമുല നമ്മൾ എഴുതി വെക്കുക. പി ഓഫ് ബി ഐ ബൈ എ ഈക്വൽ ടു പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ബൈ ബി ഐ ബൈ പി ഓഫ് ബി വൺ ഇൻറ്റു പി ഓഫ് എ ബൈ ബി വൺ പ്ലസ് പി ഓഫ് ബി ടു ഇൻറ്റു പി ഓഫ് എ ബൈ ബി ടു, അങ്ങനെ ഉള്ള ഒരു ഇക്വേഷൻ. പി ഓഫ് ബി വൺ അഥവാ സെലക്ടിങ് എ പൈപ്പ് ഫ്രം പ്ലാന്റ് എ. പ്ലാന്റ് എയുടെ പ്രൊഡക്ഷൻ നമുക്കറിയാം 500 ആണ്. ടോട്ടൽ പ്രൊഡക്ഷൻ അഥവാ പ്ലാന്റ് എ, പ്ലാന്റ് ബി, പ്ലാന്റ് സിയിലുള്ള പ്രൊഡക്ഷൻ സമ്മേഷൻ ആണ് ഇത്. അപ്പോൾ സെലക്ടിങ് എ പൈപ്പ് ഫ്രം പ്ലാന്റ് എ എന്ന് പറയുന്ന പ്രോബിലിറ്റി 500/3500 ആണ്, വിച്ച് ഈസ് 0.1429. സെലക്ടിങ് എ പൈപ്പ് ഫ്രം പ്ലാന്റ് ബി, അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1000/3500, വിച്ച് ഈസ് 0.2857. സെലക്ടിങ് എ പൈപ്പ് ഫ്രം പ്ലാന്റ് സി 2000/3500, വിച്ച് ഈസ് 0.5714. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഫ്രാക്ഷൻ ഓഫ് ഡിഫക്റ്റീവ് ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ് എ എന്ന് പറയുന്നത്. ഡിഫക്റ്റീവ് ഔട്ട്പുട്ട് ബൈ പ്ലാന്റ് എ എന്ന് പറയുന്നത് 0.05 ആയിരുന്നു. ഡിഫക്റ്റീവ് ഔട്ട്പുട്ട് ബൈ പ്ലാന്റ് ബി എന്ന് പറയുന്നത് 0.08 ആയിരുന്നു. അതുപോലെ തന്നെ ഡിഫക്റ്റീവ് ഔട്ട്പുട്ട് ബൈ പ്ലാന്റ് 3 എന്ന് പറയുന്നത് 0.10 ആണ്. നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് പ്ലാന്റിൻ്റെ ഡിഫക്റ്റീവ് ഔട്ട്പുട്ട് കിട്ടുന്ന റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പി ഓഫ് ബി വൺ ഇൻറ്റു പി ഓഫ് എ ബൈ ബി വൺ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി വൺ ഇൻറ്റു പി ഓഫ് എ ബൈ ബി വൺ പ്ലസ് പി ഓഫ് ബി ടു ഇൻറ്റു പി ഓഫ് എ ബൈ ബി ടു പ്ലസ് പി ഓഫ് ബി ത്രീ ഇൻറ്റു പി ഓഫ് എ ബൈ ബി ത്രീ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0.011 കിട്ടും. അതുപോലെ തന്നെ പി ഓഫ് ബി ടു ബൈ എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0.038, പി ഓഫ് ബി ത്രീ ബൈ എ നമുക്ക് 0.950. സോ നമുക്കറിയാം ദ ഡിഫക്റ്റീവ് പൈപ്പ് ഈസ് മോസ്റ്റ് പ്രോബബ്ലി പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ് സി. ഏറ്റവും കൂടുതൽ ഡിഫക്റ്റീവായിട്ട് വരാൻ ചാൻസ് ഉള്ളത് തേർഡ് പ്ലാന്റിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു സെഡ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എ റാൻഡം സാമ്പിൾ ഓഫ് ബൂട്ട്സ് വോൺ ബൈ 36 സോൾജേഴ്സ്, നമുക്ക് N36 തന്നിട്ടുണ്ട്. ഷോഡ് ആൻ ആവറേജ് ലൈഫ് ഓഫ് 1.08, എച്ച് ബാർ നമുക്ക് തന്നിട്ടുണ്ട് 1.08 വിത്ത് എ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് 0.6 years. മീൻ സ്റ്റാൻഡേർഡ് ഡിവിഷനാണ് തന്നിട്ടുള്ളത്, എസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 0.6. അണ്ടർ ദ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ദ ബൂട്ട്സ് ആർ നോൺ ടു ഹാവ് ആവറേജ് ലൈഫ് ഓഫ് 1.28 years. ആവറേജ് ലൈഫ് നമുക്ക് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ 1.28 ആണ്. ഈസ് ദർ എ റീസൺ ടു അസെർട്ട് അറ്റ് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ 0.01, ആൽഫ ഈക്വൽ 0.01. ദാറ്റ് യൂസസ് ഇൻ ഡെസേർട്ട് കോസസ് ദ മീൻ ലൈഫ് ഓഫ് സച്ച് ബൂട്ട്സ് ഡിക്രീസ്. ഇങ്ങനെ ഇതിൻ്റെ മീൻ ലൈഫ് കുറയാനുള്ള കാരണം ഡെസേർട്ടിൽ യൂസ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ പറയുന്നത് വെച്ചാൽ ഈ ഒരു പോപ്പുലേഷനിൽ നിന്ന് തന്നെയാണോ ഈ സാമ്പിൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് കൺക്ലൂഷൻ നമുക്ക് എഴുതാൻ പറ്റും. എന്ത്, നമ്മുടെ ഈ ഒരു മീൻ ലൈഫ് കുറയാനുള്ള കാരണം ഡെസേർട്ടിൽ യൂസ് ചെയ്തുകൊണ്ടാണെന്നുള്ളത്. ഈ മീൻ ലൈഫും ഈ പോപ്പുലേഷൻ മീൻ തമ്മിലൊരു റിലേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് ഡിഫറൻ്റ്ലി ഈ സാമ്പിൾ ഈ ഒരു പോപ്പുലേഷനിൽ നിന്നല്ല വന്നിട്ടുള്ളത്, ഡെസേർട്ടിൽ യൂസ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ ബൂട്ട്സിൻ്റെ ആവറേജ് ലൈഫ് കുറഞ്ഞെന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യലാണ്. എച്ച് നോട്ട് മ്യൂ നോട്ട് ഈക്വൽ ടു 1.28. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ മ്യൂ നോട്ട് ഇസ് നോട്ട് ഈക്വൽ ടു 1.28. നമുക്ക് N30 ലാർജ് ആയതുകൊണ്ട് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡിവിഷൻ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് Z ടെസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. Z ഈക്വൽ ടു എച്ച് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ SE. SE എന്ന് പറയുന്നത് S/√n ആണ്. S എന്ന് പറയുന്നത് 0.6 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. N36 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. 0.1 എന്നുള്ള വാല്യൂ കിട്ടി. അതിനുശേഷം 1.08 മൈനസ് 1.28 ഡിവൈഡഡ് ബൈ 0.1 വിച്ച് ഈസ് മൈനസ് 0.2 ഡിവൈഡഡ് ബൈ 0.1 വിച്ച് ഈസ് -2. അതിനുശേഷം നമ്മുടെ ടേബിൾ വാല്യൂ നമുക്ക് നോക്കണം. Z ടെസ്റ്റിൻ്റെ ടേബിൾ വാല്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഫോർ ആൽഫ 0.01 ടേബിൾ വാല്യൂ ഈസ് 2.576. നമ്മൾ ഈക്വൽ ടു സൈൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് 2 tailed ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2.576 മാർക്ക് ചെയ്യുക, -2.576 മാർക്ക് ചെയ്യുക. നമുക്ക് കിട്ടിയ വാല്യൂ -2.576നെക്കാളും റൈറ്റ് സൈഡിലാണ്. ഇത് നമുക്ക് അക്സെപ്റ്റൻസ് റീജിയനാണ്. ഇത് വെച്ചെങ്കിൽ നമുക്ക് റിജക്ഷൻ റീജിയനാണ്. ഇത് നമുക്ക് അക്സെപ്റ്റൻസ് റീജിയനാണ്. അക്സെപ്റ്റൻസ് റീജിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് since the value lies within the acceptance region, we can say we accept the null hypothesis mu not equal to 1.28. The sample comes from the same population. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക്
ഒരു ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ട്രെൻഡ് വാല്യൂസ് കണ്ടുപിടിക്കാനും ട്രെൻഡ് ലൈൻ കണ്ടുപിടിക്കാനായിരുന്നു. നമുക്ക് ഇയറും പ്രൊഡക്ഷൻ റേറ്റും തന്നിട്ടുണ്ട്. നമുക്ക് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഓഡ് നമ്പർ ഓഫ് ഡാറ്റ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ മിഡിൽ വാല്യൂവിനെ നമുക്ക് 0, അതിന് ശേഷമുള്ളതെല്ലാം പോസിറ്റീവും അതിന് മുകളിലുള്ള എല്ലാം മൈനസും ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. -3, -2, -1, 0, 1, 2, 3 അങ്ങനെ ആകുമ്പോൾ നമുക്ക് സമ്മേഷൻ നമുക്ക് 0 കിട്ടും. അതുപോലെ തന്നെ എക്സും വൈയും കിട്ടിയതിന് ശേഷം XY, X² ഒക്കെ കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് y = a + bx എന്ന് പറയുന്ന ഒരു ലൈനാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ ട്രെൻഡ് ലൈൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ σy = NA + B σx ഉം σxy = A σx + B σx² എന്ന് പറയുന്ന രണ്ട് ഇക്വേഷനിലോട്ട് നമ്മുടെ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ 0 ആക്കിയത് കൊണ്ട് തന്നെ σxൻ്റെ വാല്യൂ 0 ആക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ σy = NA + B σxൽ ഈ ഒരു ടേം ക്യാൻസൽ ആയിപ്പോവും. σxy = A σx + B σx² ഈ ഒരു ടേം ക്യാൻസൽ ആയിപ്പോവും. A = 13.0 അതുപോലെ തന്നെ B = 0.75 എന്നുള്ള വാല്യൂസ് കിട്ടും. നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് y = 13.0 + 0.75 × x ആണ്. സെക്കൻഡ് പാർട്ട് ബി പറയുന്നത് ട്രെൻഡ് വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. ട്രെൻഡ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇയറിലും എത്ര ആയിരിക്കണം, ആ ട്രെൻഡ് അനുസരിച്ചിട്ട് എത്ര ആയിരിക്കണം പ്രൊഡക്ഷൻ എന്നുള്ളത്. ഇപ്പോൾ 1990 ആണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 1990ക്ക് -3 ആണ് കൊടുത്തിരുന്നത്, കോഡ് ചെയ്ത് വെച്ചിരുന്നത്. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ് വാല്യൂസ് ഉണ്ട്. അതിലേക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രെൻഡ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിരുന്നത് 10 സ്റ്റുഡൻസിൻ്റെ മാർക്സ് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ കാൾസ് പിയേഴ്സൺ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനായിരുന്നു. നമുക്ക് മാത്സിൻ്റെ മാർക്ക് x ആയിട്ടും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്സ് y ആയിട്ടും ഡിനോട്ട് ചെയ്യാം. x² y² xy ഇത് മൂന്നും നമ്മൾ കണ്ടുപിടിക്കുക. അതിനുശേഷം അതിൻ്റെ സമ്മേഷൻ കണ്ടുപിടിക്കുക. സമ്മേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. R = n σxy - σx σy / n × σx² - σx (² n × σy² - σy(²) ഈ ഒരു ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ 0.903 കിട്ടും. ഇങ്ങനെ 0.903 കിട്ടുന്നത് കൊണ്ട് തന്നെ there is a strong positive correlation between x and y എന്ന് നമ്മൾ കൺക്ലൂഷനും കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യനിൽ ഒരു യൂസ് probable error to check the value of r is significant or not. probable error കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 0.6745 × 1 - r² / √10 where r is the correlation factor, n is the number of terms. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ വന്നിരുന്നത് 0.903 ആയിരുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10 ആയിരുന്നു. അപ്പോൾ 0.6745 × 1 - 0.9² / √10 വാല്യൂ കിട്ടുന്നത് 0.04. സിൻസ് r is greater than probable error, we can say r is significant. പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു റിഗ്രഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ റിഗ്രഷൻ കോഎഫിഷ്യൻ, റിഗ്രഷൻ ഇക്വേഷനൊക്കെ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. xy, x² y² xy ഇത്രയും ടേംസ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അതിൻ്റെ സമ്മേഷൻ കണ്ടുപിടിച്ച് വെക്കുക. റിഗ്രഷൻ കോഎഫിഷ്യൻ 1 എന്ന് പറയുന്നത് BXY ആണ്. BXYയുടെ ഇക്വേഷൻ n σxy - σx σy / n σy² - σy(²) ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0.0072 എന്നുള്ള ആൻസർ കിട്ടും. അതുപോലെ തന്നെ റിഗ്രഷൻ കോഎഫിഷ്യൻ 2 എന്ന് പറയുന്നത് BYX ആണ്. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 0.01 കിട്ടും. റിഗ്രഷൻ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് x - x bar = BXY y - y bar. അപ്പോൾ x ബാർ കണ്ടുപിടിക്കണം. 320 / 10 32, y bar = 380 / 10 38. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിഗ്രഷൻ ഇക്വേഷൻ 1ഉം റിഗ്രഷൻ ഇക്വേഷൻ y - y bar = BYX x - x bar എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് റിഗ്രഷൻ ഇക്വേഷനും കണ്ടുപിടിക്കാൻ പറ്റും. തേർഡ്, കോഎഫിഷ്യൻ ഓഫ് കോറിലേഷൻ. റിഗ്രഷൻ ഇക്വേഷൻ തന്നതിന് ശേഷം കോഎഫിഷ്യൻ ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ r = √BXY × BYX കണ്ടുപിടിച്ചാൽ മതി, വിച്ച് ഈസ് 0.0026. When x = 30, find y.
ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എച്ചിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂ തന്നിട്ടില്ല. അത് കാരണം തന്നെ നമ്മൾ y മൈനസ് 38 ഈക്വൽ ടു 0.01 ഇൻറ്റു എച്ച് മൈനസ് എച്ച് ബാർ എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്തത്. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരുന്നത് chi-squareൻ്റെ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ടെസ്റ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യനിലാകെ നമുക്ക് തന്നിരുന്നത് ഔട്ട് ഓഫ് എ സാമ്പിൾ ഓഫ് 120 പേഴ്സൺസ്, ടോട്ടൽ പേഴ്സൺസ് നമുക്ക് തന്നിട്ടുണ്ട്. 76 പേഴ്സൺസ് were administered a new drug. 76 പേഴ്സൺസ് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദം 24 were affected. അതിൽ 24 എഫക്റ്റായി. ഔട്ട് ഓഫ് ദോസ് ഹു ആർ നോട്ട് അഡ്മിനിസ്ട്രേഡിൽ 12 പേഴ്സൺസ് എഫക്റ്റ് ആയിട്ടില്ല. ഇത്രയും ടേംസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ ഒരു 2 ടേംസും കിട്ടുന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ടേം കണ്ടുപിടിക്കാൻ പറ്റും. ഈ 2 ടേമും അറിയുന്നതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതും അറിയുന്നതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ടോട്ടൽ ബാക്കിയുള്ള എല്ലാ വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് വെക്കണം. H0 the variables are independent, H1 the variables are dependent. അതിനുശേഷം നമ്മൾ കണ്ടിൻജൻസി ടേബിൾ വരയ്ക്കാനാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56 × 76 ഡിവൈഡ് ബൈ 120 35.5, 56 × 44 ഡിവൈഡ് ബൈ 120 20.5, 64 × 76 ഡിവൈഡ് ബൈ 120 40.5, 64 ഡിവൈഡ് ബൈ 44 ഡിവൈഡ് ബൈ 120 23.5. ഇതാണ് നമ്മുടെ 2 × 2 കണ്ടിൻജൻസി ടേബിൾ വരച്ചത്. അതിനുശേഷം ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ ആദ്യം വരച്ച ടേബിൾ, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മുടെ കണ്ടിൻജൻസി ടേബിളിൽ നിന്നും. അതിനുശേഷം O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ സമ്മേഷൻ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ടേബിൾ വാല്യൂ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ടേബിൾ വാല്യൂ 3.84 എന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും വലുതായതുകൊണ്ട് വി റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് പറഞ്ഞിരുന്നത് ദ 2 വേരിയബിൾസ് ആർ ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ്. നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിൻ്റെ കൺക്ലൂഷൻ എഴുതാൻ പറ്റും. ദ ആട്രിബ്യൂട്ട്സ് ആർ ഡിപ്പെൻഡൻറ്റ്. ആട്രിബ്യൂട്ട്സ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ദ ഡ്രഗ് ഈസ് എഫക്റ്റീവ്. രണ്ടും ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും നമുക്ക് അസുഖം വരുന്നതും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, അഥവാ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഡ്രഗ് ഈസ് എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റും.